ഹായ് സ്റ്റുഡൻസ്, SLC IT മോഡൽ എക്സാമിലെ സ്ക്രൈബസ് ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പയർ ആൻ ഇൻഫോ കാർഡ് ഓൺ ദ ഗ്രേറ്റ് പോയറ്റ് ശ്രീ ജി ശങ്കരക്കുറുപ്പ് യൂസിംഗ് സ്ക്രൈബസ് സോഫ്റ്റ്വെയർ ആസ് ഇൻ ദ മോഡൽ അക്കോർഡിംഗ് ടു ദ ഹിൻസ് ഗിവൺ ബിലോ. Include the text from the file, namely gShankarakurupu.txt given in the Scribus folder in exam 10 documents to the page. Include the text G Shankarakurupu as heading and format it. Draw a rectangle and color it. Arrange it as the background of the heading. Black, opacity 30 തന്നിട്ടുണ്ട്. Include the image, namely gShankarakurupu.jpg from the images 10 folder and arrange it as in the model. Draw the lines as in the model. Export the prepared file with your register number _ Shankarakurupu as the file name in PDF format to the exam 10 products folder. ഇതിൻ്റെ മലയാളത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം. മഹാകവി ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ചുള്ള ഒരു ഇൻഫോ കാർഡ് മാതൃകയിലേതുപോലെ സ്ക്രൈബസിൽ തയ്യാറാക്കുക. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സ്ക്രൈബസ് തുറന്നിട്ട് ജി ശങ്കരക്കുറുപ്പ് എന്ന ഫയലിലെ ടെക്സ്റ്റ് പേജിലേക്ക് ഉൾപ്പെടുത്തുക. അപ്പോൾ അതൊന്ന് നമുക്ക് ആദ്യം ചെയ്യാം. അപ്പോൾ അതിനായിട്ട് സ്ക്രൈബസ് ഓപ്പൺ ചെയ്യുന്നു. നമുക്കിവിടെ സ്ക്രൈബസ് ഓപ്പൺ ചെയ്യാം. സ്ക്രൈബസ് എന്ന് സെലക്ട് ചെയ്തു, ടൈപ്പ് ചെയ്തു. ഇവിടെ സ്ക്രൈബസ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ സിംഗിൾ പേജാണ്, A4 ആണ്. എത്ര കൊടുത്തു? ഓക്കെ എന്ന് പറഞ്ഞു. ഇവിടെ താഴെ നിന്ന് സൂം 100 കൊടുത്തു. ഇനി നമുക്കിവിടേക്ക് ഒരു ടെക്സ്റ്റാണ് കൊടുക്കേണ്ടത്. അതിനായിട്ട് ടെക്സ്റ്റ് ഫ്രെയിം സെലക്ട് ചെയ്തു. ഇനി നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യാം. ഇനി ഇവിടേക്ക് ടെക്സ്റ്റ് കൊണ്ടുവരണം. അതിനായിട്ട് റൈറ്റ് ക്ലിക്കിൽ കോണ്ടൻറ്റ് ഗെറ്റ് ടെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന exam 10 ഡോക്യുമെൻറ്റ്സിൽ സ്ക്രൈബസിൽ ജി ശങ്കരക്കുറുപ്പ്.txt എന്നുള്ളതാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞത്. അത് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കൊടുക്കേണ്ടത് ആദ്യം തന്നെ ജി ശങ്കരക്കുറുപ്പ് ഈ ഒരു ഡേറ്റ് എന്നുള്ളത് തലക്കെട്ട് ചേർത്തിട്ട് ഇതിന് ഫോർമാറ്റായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് മാത്രം സെലക്ട് ചെയ്യുന്നു. ഇത് സെലക്ട് ചെയ്തു. ഇനി നമ്മളിവിടെ ഫോണ്ട് സെറ്റ് ചെയ്യണം. അതിനായിട്ട് വിൻഡോസിൽ ഇവിടെ കോണ്ടൻറ്റ് പ്രോപ്പർട്ടീസ് എന്നുള്ളത് എടുത്തു. അപ്പോൾ നമുക്കതിവിടെ കൊണ്ട് സെറ്റ് ചെയ്യാം. അതിൽ ഫോണ്ട് ഇവിടെ നോട്ടോ സയൻസ് എന്നുള്ളത് എടുക്കാം. നോട്ടോ സയൻസ് എടുക്കാനാണ് പറഞ്ഞത്. നോട്ടോ സയൻസ് എന്നുള്ളത് എടുത്തു. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ബോൾഡ് കൊടുക്കാം. കുറച്ച് സൈസ് കൂട്ടിയിട്ട് സെറ്റ് ചെയ്യാം. ഇവിടെ എൻ്റർ പ്രസ് ചെയ്യാം. തന്നതുപോലെ ആ ഒരു കളറും കൊടുക്കുക. അപ്പോൾ ഇവിടെ തന്നതുപോലെ നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഇത് സെലക്ട് ചെയ്തു. വീണ്ടും കുറച്ച് സൈസ് ഇൻക്രീസ് ചെയ്യുക. അതേപോലെ ഇതിന് കളർ കൊടുക്കുന്നു. റോസ് കളറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ റോസ് കളർ സെലക്ട് ചെയ്യുന്നു. ഇനി ഇതിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്കൊരു കളർ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് പശ്ചാത്തല നിറം നൽകാനായിട്ട് സ്ക്വയർ വരച്ചിട്ട് കളർ നൽകി ക്രമീകരിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് ഇവിടെ നിന്ന് നമ്മൾ സ്ക്വയർ ഷേപ്പ് എന്നുള്ള ടൂൾ എടുക്കുന്നു. ഷേപ്പ് എന്നുള്ള ടൂൾ സെലക്ട് ചെയ്തു. ഇവിടെ ക്ലിക്ക് ആൻഡ് ഹോൾഡ് ചെയ്താൽ ഇവിടെ ഡിഫോൾട്ട് ഷേപ്പ് എന്നുള്ളിടത്ത് നമുക്ക് വേറെ ഷേപ്പ് വേണമെങ്കിൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ സ്ക്വയർ ആണ് വേണ്ടത്. അപ്പോൾ എവിടെയാണോ സ്ക്വയർ വേണ്ടത് അവിടെ ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുന്നു. ഇനി ഇവിടെ കളർ കൊടുക്കാനായിട്ട് വിൻഡോസിൽ പ്രോപ്പർട്ടീസ് എന്നുള്ളത് എടുക്കുന്നു. ഇവിടെ കളേഴ്സ് എന്നുള്ളത് എടുത്തു. അവിടെ ബ്ലാക്കാണ് കൊടുക്കാൻ പറഞ്ഞത്. ബ്ലാക്ക് കൊടുത്തു. അതേപോലെ തന്നെ അതിന് ഒപ്പാസിറ്റി 30 കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ഒപ്പാസിറ്റി 30 എന്ന് കൊടുക്കാം. അപ്പോൾ ഒപ്പാസിറ്റി 30 എന്നാണ് കൊടുക്കാൻ പറഞ്ഞത്. ഒപ്പാസിറ്റി 30 എന്ന് കൊടുക്കാനായിട്ട് ഇവിടെ താഴെ ട്രാൻസ്പെറൻസി എന്നുള്ളതിൽ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഒപ്പാസിറ്റി എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ നമ്മൾ 30 എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ ആരോ കീ പ്രസ് ചെയ്തിട്ടാണെങ്കിലും നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ 30 എന്ന് കൊടുത്തു. ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഒരു പിക്ചർ കൊണ്ടുവരാനുണ്ട്. അപ്പോൾ ആ പിക്ചർ കൊടുക്കാനായിട്ട് ഇവിടെ ഇമേജ് ഫ്രെയിം എടുക്കുക. ഇമേജ് ഫ്രെയിം എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക്. ഇവിടെ ഹോം എടുത്തു. ഇമേജസ് 10ൽ ജി ശങ്കരക്കുറുപ്പ് എന്നുള്ള ഇമേജ് ഇവിടെ ഉണ്ട്. അതെടുത്തു. ഓക്കെ എന്ന് പ്രസ് ചെയ്തു.
അപ്പോൾ ഈ ഒരു ഇമേജ് ഈ ഫ്രെയിമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്കിൽ ഇമേജിൽ അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം എന്നുള്ളത് കൊടുത്തു. ഇവിടെ നമുക്ക് ഈ ഒരു ഇമേജ് ഇങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇത് സെലക്ട് ചെയ്തു. മുകളിലായിട്ട് പ്രോപ്പർട്ടീസിൽ മുകളിലായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഫ്ലിപ്പ് വേർട്ടിക്കലി, ഫ്ലിപ്പ് ഹോറിസോണ്ടലി എന്ന് കാണാം. അതിൽ ഫ്ലിപ്പ് ഹോറിസോണ്ടലി എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഇമേജായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ 2 ലൈൻ ഡ്രോ ചെയ്യണം. അപ്പോൾ ഇവിടെ മുകളിലും താഴെയായിട്ട് ഒരു റെഡ് കളറിലൊരു ലൈൻ ചേർക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ കുറച്ച് സ്പേസ് കൊടുക്കുക. ഇതൊന്ന് എൻ്റർ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് ആ ഒരു ലൈൻ ഡ്രോ ചെയ്യാം. അതിനായിട്ട് ലൈൻ ടൂൾ എടുത്തു. ഇവിടെ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഇത് ഇവിടെ ഡ്രോ ചെയ്യാം. ഇനി നമുക്ക് അതിൻ്റെ റെഡ് കളറാണ് വേണ്ടത്, അത് കൊടുത്തു. സ്ട്രോക്കിൽ റെഡ് കളർ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കളറ് റെഡ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ലൈന് വിഡ്ത്ത് കൂട്ടുക. അപ്പോൾ ഇവിടെയുള്ള വിഡ്ത്തിൽ നിന്നും ഒരു 1 കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇവിടെ ഒരു ലൈൻ വന്നിട്ടുണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കാം. അത് വേണമെങ്കിൽ താഴേക്കായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെയാണ് നമുക്ക് ഇമേജിൽ തന്നത്. നമുക്ക് പ്രിവ്യൂവിലും നോക്കാം. അപ്പോൾ നമുക്ക് തന്നതുപോലെ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി പ്രിവ്യൂ ഓഫ് ചെയ്യുന്നു. ഇനി ഇതൊന്ന് നമുക്ക് സേവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് exam10 പ്രൊഡക്ട്സിൽ രജിസ്റ്റർ നമ്പർ ശങ്കരക്കുറുപ്പ് എന്ന പേരിൽ ഇത് PDF ഫയലായിട്ട് സേവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഫയൽ, എക്സ്പോർട്ട്, സേവ് ആസ് PDF എന്നുള്ളത് എടുത്തു. ഇവിടെ ചേഞ്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സേവ് ചെയ്യേണ്ടത് exam10 പ്രൊഡക്ട്സ് ആണ്. അതെടുത്തു. ഇവിടെ നമ്മളുടെ ഫയലിൻ്റെ നെയിം രജിസ്റ്റർ നമ്പർ കൊടുത്തു. _ശങ്കരക്കുറുപ്പ് എന്ന് കൊടുക്കണം. ശങ്കരക്കുറുപ്പ് എന്ന് കൊടുത്തു. സേവ് എന്ന് കൊടുക്കാം. ഇവിടെ സേവ് എന്ന് കൊടുക്കുന്നു. നമുക്ക് ആ ഒരു ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഹോമിൽ exam10 പ്രൊഡക്ട്സിൽ ഇപ്പം നമ്മൾ ചെയ്തു വെച്ച ഫയലാണിത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യന് തന്നതുപോലെ ക്വസ്റ്റ്യന് ചെയ്തതുപോലെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Prepare a magazine page using Scribus software as in the model according to the hints given below. Include the image, namely friend.jpg from the images 10 folder as background. Include the poem from the file, namely friends.txt given in the Scribus folder in exam10 documents. Include the image, namely tagore.png given in the images 10 folder. Arrange the text and image as in the model. Save the prepared file with your register number _friends as file name in PDF format to the exam10 products folder. ഇതിൻ്റെ മലയാളത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം. മാതൃകയിലേതുപോലെ ഒരു മാഗസിൻ പേജ് സ്ക്രൈബസ് ഉപയോഗിച്ച് തയ്യാറാക്കുക. പശ്ചാത്തലമായി ഇമേജസ് 10 ഫോൾഡറിലുള്ള friend.jpg എന്ന ചിത്രം ഉൾപ്പെടുത്തുക. exam10 ഡോക്യുമെൻറ്റ്സിലെ സ്ക്രൈബസ് ഫോൾഡറിൽ തന്നിരിക്കുന്ന friends.txt എന്ന ഫയലിൽ നിന്നും പോയം ഉൾപ്പെടുത്തുക. ഇമേജസ് 10 എന്ന ഫോൾഡറിൽ തന്നിരിക്കുന്ന tagore.png എന്ന ചിത്രം ഉൾപ്പെടുത്തുക. ചിത്രവും ടെക്സ്റ്റും മാതൃകയിലേതുപോലെ ക്രമീകരിക്കുക. അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് സ്ക്രൈബസ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഷോ ആപ്ലിക്കേഷൻസിൽ സ്ക്രൈബസ് എന്ന് കൊടുക്കുന്നു. ഇവിടെ സിംഗിൾ പേജ് എന്നുള്ളത് എടുത്തു. ഓക്കെ പറഞ്ഞു. ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഒരു ഇമേജ് ഫ്രെയിം സെറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു ഇമേജ് ഫ്രെയിം കൊടുക്കുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇമേജ് friends.jpg ആണ്. അപ്പോൾ അതിനായിട്ട് friends.jpg എന്നുള്ളതെടുത്തു. ഓക്കെ എന്ന് പ്രസ് ചെയ്തു. ഇനി ഈ ഇമേജ് കൃത്യമായിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്കിൽ ഇമേജിൽ അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം എന്ന് കൊടുത്തു. അപ്പോൾ ഇമേജ് ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ടെക്സ്റ്റ് കൊടുക്കണം. അതിനായിട്ടൊരു ടെക്സ്റ്റ് ഫ്രെയിം കൊടുക്കുക. സെലക്ട് ചെയ്തു. ഇവിടെ ടെക്സ്റ്റ് ഫ്രെയിം എന്നുള്ളത് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുന്നു. ഇനി നമ്മളിവിടെ റൈറ്റ് ക്ലിക്കിൽ കോണ്ടൻറ്റ് ഗെറ്റ് ടെക്സ്റ്റ് എന്നുള്ളത് എടുത്തു. ഇവിടെ ഹോമിൽ exam10 ഡോക്യുമെൻറ്റ്സിൽ സ്ക്രൈബസ് ഓപ്പൺ ചെയ്തു. അവിടെ friends.txt എന്നുള്ളതാണ് എടുക്കാൻ പറഞ്ഞത്. ഓക്കെ എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. നമുക്കതൊരു വൈറ്റ് കളറാക്കി മാറ്റാം.
അപ്പോൾ അതിനായിട്ട് ഇതൊന്ന് സെലക്ട് ചെയ്യുക. അതിൽ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ്ന്ന് ഇവിടെ നമ്മൾ കളേഴ്സ് എന്നുള്ളിടത്ത് വൈറ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ട് എന്നുള്ളത് ഒന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒരു ഹെഡിങ് ആക്കി മാറ്റുന്നു. എന്നിട്ട് നമ്മൾ വേണ്ട രീതിയിൽ എവിടേക്കാണോ വേണ്ടത് ആ രീതിയിൽ അതിനെ സെറ്റ് ചെയ്യുന്നു. ഒന്ന് സെലക്ട് ചെയ്ത് ഇവിടേക്ക് വെക്കുന്നു. ഇനി ഇവിടെ സൈഡിലായിട്ട് നമുക്ക് ടാഗോറിൻ്റെ ഇമേജും കൂടി വെക്കണം. അതിനായിട്ട് നമുക്കിവിടെ ഒരു ഇമേജ് ഫ്രെയിം കൊടുക്കാം. അതിന് ഇമേജ് എടുത്തു, ഇവിടെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തു, ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇമേജസ് 10-ലാണുള്ളത്. ടാഗോർ.jpg എന്നുള്ള സെലക്ട് ചെയ്ത് ഓക്കെ എന്ന് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് സെറ്റാക്കാൻ വേണ്ടി റൈറ്റ് ക്ലിക്കിൽ ഇമേജിൽ അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം എന്നുള്ളത് കൊടുത്തു. അപ്പോൾ നമുക്ക് തന്നതുപോലെ അതൊന്ന് സെറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നിങ്ങളുടെ ഇങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിലുള്ളത്. അതുപോലെ ഇതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യാം. തയ്യാറാക്കിയ ഫയൽ രജിസ്റ്റർ നമ്പർ _friends എന്ന പേരിൽ PDF ഫയലായിട്ട് സേവ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഫയലിൽ എക്സ്പോർട്ട് സേവ് ആസ് PDF എന്നുള്ളതെടുത്തു. ഇവിടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നു. exam10 പ്രൊഡക്ട്സിൽ നമ്മൾ നെയിം രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു, _friends എന്ന് കൊടുക്കുക, .pdf സേവ് എന്ന് കൊടുത്തു. ഇവിടെ സേവ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് ആ ഫോൾഡറിൽ സേവ് ആയിട്ടുണ്ടാവും. നമുക്കൊന്ന് നോക്കാം. exam10 പ്രൊഡക്ട്സ് എടുക്കുന്നു. ഇവിടെ ടാഗോർ ഈ ഒരു ഫയൽ ഇവിടെ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യന് തന്നതുപോലെ ഇതിവിടെ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.